വയനാട് കൽപ്പറ്റയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം 12 പേർക്ക് പരിക്കേറ്റു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതലായി മനസ്സിലാവുന്നത് എന്താണ് സുർജിത്ത്? ഒരു ചാറ്റൽ മഴ പ്രദേശത്തുണ്ടായിരുന്നു. നിയന്ത്രണം അപകടത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഒടുവിൽ വ്യക്തമാവുന്നത്. ആ ഹോം സ്റ്റേയിൽ, അതായത് ഈ വെള്ളാരംകുന്ന് പറയുന്ന പ്രദേശത്തെ ഹോം സ്റ്റേയിൽ ഉള്ള CCTVയുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വലിയ അപകടം വ്യക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യം തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. അറിഞ്ഞ് നിലനിൽക്കുന്ന അതൊരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് 12ഓളം പേർക്ക് പരിക്കുണ്ട്. അതിലൊരാൾക്ക് മാത്രമാണ് അല്പമെങ്കിലും ഗുരുതരമായ പരിക്ക്. പക്ഷേ അത് വലിയൊരു അപകട അത്യാഹിതം സംഭവിക്കാവുന്ന വിധത്തിലേക്കുള്ള പരിക്ക് ഒടുവിൽ വിവരം. കോഴിക്കോടിലേക്ക് ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 4:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിന്റെ ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിന്റെ ഒരു വ്യാപ്തി വ്യക്തമാവുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ആളുകൾ വലിയ പരിക്കുകളില്ലാതെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ അവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ വളരെ നടുക്കുന്നതാണല്ലോ. ഈ മറിഞ്ഞു കിടക്കുന്ന ബസ്സിന്റെ അടിഭാഗത്തുകൂടി ആളുകൾ പുറത്തേക്ക് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണല്ലോ ഇതിൽ വരുന്നത് സുർജിത്ത്. തീർച്ചയായും ഋഷിത്ത്, അത് വളരെ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആളുകൾ അവിടേക്ക് ഓടിക്കൂടുകയും ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഈ ചുണ്ടേൽ എന്ന് പറയുന്ന പ്രദേശത്തെ കിൻഫ്രയുടെ അടുത്താണ് ഈ പ്രദേശം. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം. അതായത് ഉയർന്ന റോഡ്, ഉയർന്ന പ്രതലത്തിലും അതോടൊപ്പം തന്നെ താഴെ ഹോം സ്റ്റേയും, അങ്ങനെയാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ബസ് മറിഞ്ഞ് ഈ ഒരു അപകടം സംഭവിച്ചത്. അത് വലിയ വ്യാപ്തി, അതായത് ആ ദൃശ്യത്തിൽ തന്നെ പ്രകടമാണ് എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് മാറാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് ആശ്വാസകരമായ വസ്തുതയാണ്. ആളുകളെ സുരക്ഷിതമായ രീതിയിൽ തന്നെ വേഗം തന്നെ ആംബുലൻസുകളിൽ കയറ്റി കൽപ്പറ്റയിൽ വിവിധ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള കാരണവും. മാത്രമല്ല, ഈ അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കനത്ത മഴയാണ്, ചാറ്റൽ മഴയാണ്. ആ ചാറ്റൽ മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് ഈ ബസ് മറിഞ്ഞത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ ആളുകൾ, ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഗതാഗത വകുപ്പ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ സാഹചര്യം എന്നുൾപ്പെടെയുള്ള പരിശോധന. ഈ അപകട സമയത്ത് എത്ര യാത്രക്കാരുണ്ടായിരുന്നു സുർജിത്ത്? ഈ അപകട സമയത്ത് എത്ര യാത്രക്കാരുണ്ടായിരുന്നു സുർജിത്ത് ബസ്സിൽ? 59 യാത്രക്കാരാണ് ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ലഭ്യമാകുന്ന വിവരം. പോലീസുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ 59 യാത്രക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ബത്തേരിയിൽ നിന്നും ബത്തേരിക്ക് ശേഷമുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കയറിയ ആളുകളാണ്. അതിനുശേഷം ചുണ്ടേൽ ഭാഗത്താണ് ഈ പ്രദേശം. വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഈ അപകടം സംഭവിച്ച പ്രദേശമുള്ളത് ചുണ്ടേൽ ഭാഗത്താണ്. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ട ബസ്സായിരുന്നു ഇത് എന്നാണ് വ്യക്തമാക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിലാണ് നേരത്തെ KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. 12 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമുള്ള പരിക്കുകളല്ല. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോഴതിൻ്റെ അപകടത്തിൻ്റെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. മറിഞ്ഞു കിടക്കുന്ന ബസ്സിന് ഇടയിലൂടെ 100 ആളുകൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. കൂടുതൽ ദൃശ്യങ്ങൾ, ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.